ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സേമിയ പായസം. ആക്ച്വലി സേമിയ പായസം ഈസ് മൈ ഫേവറേറ്റ് പായസങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പാലടയാണ്. പക്ഷേ അത് കഴിഞ്ഞാൽ ദ സെക്കൻഡ് വൺ നിൽക്കുന്നത് സേമിയ പായസമാണ്. പക്ഷേ നോർമലി എല്ലാവരും ഉണ്ടാക്കുന്ന സേമിയ പായസത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിനൊരു കാരണം അതിൻ്റെ ടേസ്റ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് അത് ആഡ് ചെയ്തതിന് ശേഷം ഉണ്ടാവുന്ന സേമിയ പായസത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അതിനേക്കാൾ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പാൻ വെച്ചു. നന്നായിട്ട് നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വഴന്നിട്ടാൽ മതി. ഈ സെയിം പാത്രത്തിലേക്ക് തന്നെ നമുക്ക് വെർമിസില്ലി ഇടാം. ഇത് റോസ്റ്റഡ് ആണ്. റോസ്റ്റഡ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നെയ്യിലിത് റോസ്റ്റ് ചെയ്തെടുക്കണം. 1 കപ്പാണ് ഈ വെർമിസില്ലി ഇവിടെ എടുത്തിരിക്കുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് 2 കപ്പ് പാലും അത് നമ്മൾ അരിച്ചൊഴിക്കുന്ന കേട്ടോ നല്ലത്. 2 കപ്പ് വെള്ളമാണ്. അപ്പോൾ ഇതിലൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഒന്നും പറയാൻ പറ്റില്ല, പക്ഷേ എൻ്റെ ഫേവറേറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് മിൽക്ക് മെയ്ഡിൻ്റെ കണ്ടൻസ് മിൽക്കാണ്. ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ ഫേവറേറ്റ് ഇൻഗ്രീഡിയൻ്റ് ആവുമെന്ന് പറയാൻ കാരണം ഇതിൻ്റെ വെറുതെയുള്ള ടേസ്റ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് പായസത്തിൽ ചേരുമ്പോൾ എക്സ്ട്രാ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് ചേർക്കാം. അപ്പോൾ പായസം കുറുകി കണ്ട നല്ല കറക്റ്റ് പരുവായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് പകർത്താം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്നട്ടും റേസിൻസും ഒക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സ്വീറ്റ് വൺസിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് ഡിഷാണ്. ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നല്ല ചൂടുള്ള പായസം. സൂപ്പർ, ഇതൊരു ടേസ്റ്റുള്ള പായസം. അറിയോ, ഇത്ര ചൂടുള്ളതുകൊണ്ട് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇറ്റ്സ് റിയലി യമ്മി. നിങ്ങൾ തണുത്തിട്ടൊക്കെ കഴിച്ചാൽ മതി കേട്ടോ. കണ്ടോ, നിങ്ങളുടെ സ്വീറ്റ് വൺസിന് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കും ഇതുപോലെ സ്വീറ്റ് ആയിട്ടുള്ള സ്മൈൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളിത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലത്തെ അടിപൊളി ഫാസ്റ്റായി യമ്മി ഡിഷസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലയാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. യുവർ വാല്യുബിൾ കമൻറ്റ്സ് റിയലി മാറ്റേഴ്സ് ടു മീ. അപ്പോൾ അടുത്തൊരു ഡിഷായിട്ട് വരുന്നത് വരെ ബൈ.